ഹായ് കൂട്ടുകാരെ, 3ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റായ മനുഷ്യൻ്റെ കൈകൾ എന്ന പാഠമാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഈ പാഠഭാഗത്തിലെ പ്രധാന ആശയം തൊഴിലാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട പഠനാനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. തൊഴിലിൻ്റെ പ്രാധാന്യം, വിവിധ തൊഴിലുകൾ, തൊഴിലും മാതൃഭാഷയുമായുള്ള ബന്ധം എല്ലാം നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്നു. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ 53ാമത്തെ പേജിൽ 3ാമത്തെ യൂണിറ്റായ മനുഷ്യൻ്റെ കൈകൾ, അവിടെ നിങ്ങൾക്ക് ചില ചിത്രങ്ങളൊക്കെ കാണാം അല്ലേ? ഒരു പെൺകുട്ടി കമ്പ്യൂട്ടറിലിരുന്ന് പണിയെടുക്കുകയാണ്, അധ്വാനിക്കുകയാണ്, പണിയാണത്. പിന്നെ പെണ്ണുങ്ങളെല്ലാം ഞാറു നടുന്നു, വയലിൽ ഞാറു നടുന്നു, അതും ഒരു പണിയാണ്, അധ്വാനമാണ്. പിന്നെയോ ഒരു ഗുഹയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതായത് പണ്ട് കാലത്ത് ആളുകൾ അധ്വാനിച്ചതിൻ്റെ ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ തിരുനെല്ലൂർ കരുണാകരൻ്റെ 2 വരി കവിത, അലസതയറ്റി പാടങ്ങളിൽ വന്നല തല്ലുകയാണ് അധ്വാനം. അലസത എന്ന് പറഞ്ഞാൽ മടിയാണ്. ആ മടി മാറ്റിയിട്ട് പാടങ്ങളിൽ വന്നിട്ട് അധ്വാനം അലതല്ലുന്നു. അപ്പോൾ പണിയെടുക്കുന്നതിനെ കുറിച്ചാണ് കവി അവിടെ സൂചിപ്പിക്കുന്നത്. മടിയൊക്കെ മാറ്റി പണിയെടുക്കാനാണ് കവി ഈ വരികളിലൂടെ നമ്മോട് പറഞ്ഞു. നമുക്ക് കവിതയിലേക്ക് പോകാം. കുഞ്ഞനുറുമ്പും കുട്ടിയോളും. അവിടെ ഒരു മനോഹരമായ കവിതയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. MV മോഹനൻ്റെ തപ്പുകുടുക്കയിലെന്തുണ്ട് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള കുഞ്ഞനുറുമ്പും കുട്ടിയോളും നമുക്ക് ചൊല്ലിയാലോ? കുഞ്ഞനുറുമ്പും കുട്ടിയോളും. കുഞ്ഞനുറുമ്പിൻ്റെ കൂടു തകർത്തപ്പോൾ കുന്നോളം കുറിയരിക്കൂമ്പാരം, കൂടു തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം. കൂടു തകർത്തവരാരെല്ലാം, കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം, കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു. കുഞ്ഞനുറുമ്പിൻ്റെ കൂടു തകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയണം, കൂടൊന്നു തീർക്കാൻ കുന്നോളം തോരം വീടാക്കി മാറ്റാൻ മലയോളം. സ്കൂൾ കുട്ടികൾക്ക് എപ്പോഴും കുസൃതി കാട്ടുക എന്നത് ഇഷ്ടമാണ്, ഇഷ്ടവിനോദമാണ് അല്ലേ? ഇവിടെ എന്താണ് നടന്നത്? സ്കൂളിൽ പോകുന്ന ഒരു കൂട്ടുകാരൻ്റെ കാല് തട്ടി കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർന്നുപോയി. അപ്പോൾ കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും കൂടി കടിയോട് കടി തകർത്തവരുടെ കൂട് തകർത്തവരുടെ കാലിൽ. കുഞ്ഞനുറുമ്പ് ധാരാളം അരി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കൂട് തകർന്നപ്പോൾ കുന്നോളം കുറിയരിക്കൂമ്പാരം. അപ്പോൾ ചെറിയ ചെറിയ അരി, കഷ്ണങ്ങളാക്കിയ അരി കൂട്ടി വെച്ചിരിക്കുകയാണ് കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും. അവർക്ക് കഴിക്കാൻ വേണ്ടി. കൂട് തകർന്നപ്പോൾ അതെല്ലാം കൂമ്പാരത്തോടെ തകർന്ന പോയ കൂടിൻ്റെ അപ്പുറത്ത് ചിതറി വീണു. കൂട് തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും കൂടി ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ് ഇവിടെ പൊടിപൂരമായി ചിത്രീകരിച്ചിരിക്കുന്നത്. കൂട് തകർത്തവരെല്ലാം ആരെല്ലാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം, കൂട് തകർന്നപ്പോൾ അരിയൊക്കെ ചിതറിപ്പോയല്ലേ, അത് ആരാണ് ചിതറിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും കൂടി എണ്ണി പറഞ്ഞ് ആ കാലിൽ കടിക്കുകയാണ് ഇവിടെ. കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തൊരു കൂട്ടുകാര് ഇന്നൊന്നറിയണം. കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർക്കാൻ എളുപ്പമായിരുന്നല്ലോ, അത് ഉണ്ടാക്കാനോ? എന്തുമാത്രം പണിയെടുത്തിട്ടായിരിക്കും ഉറുമ്പുകൾ ഒരു കൂടുണ്ടാക്കുന്നത്. ചെറിയ ജീവികളല്ലേ, അവരെന്നിട്ടും മനോഹരമായ വീടുകൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നു. അതൊരു നിമിഷം കൊണ്ട് നമ്മൾക്ക് തകർക്കാൻ കഴിയും. പക്ഷെ അത് ഉണ്ടാക്കാനോ? നോക്കൂ, കൂടൊന്ന് തീർക്കാൻ കുന്നോളം തോരം എന്ന് പറഞ്ഞ പണി. അതായത് അത്രയും അധ്വാനം വേണം, കുന്നോളം അധ്വാനം വേണം ഒരു കൂടുണ്ടാക്കാൻ, വീടാക്കി മാറ്റാൻ. മലയോളമുള്ള ഒരു വീടുണ്ടാക്കാൻ എന്ത് വേണം? ഒരുപാട് പണിയെടുക്കണം എന്നാണ് ഈ കവിത നമുക്ക് പറഞ്ഞു തരുന്നത്.
പേജ് നമ്പർ 55-ൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത്. കൂട്ടുകാരും ടീച്ചറുമൊത്ത് ഈ വരികൾ താളമിട്ട് ചൊല്ലി നോക്കൂ. അപ്പോൾ നമുക്കൊന്ന് താളമിട്ട് ചൊല്ലിയാലോ. കുഞ്ഞനുറുമ്പിന്റെ കൂടു തകർത്തപ്പോൾ കുന്നോളം കുറിയേരി കൂമ്പാരം. കൂടു തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപ്പൂരം. കൂടു തകർത്തവരെല്ലാം കൂടെ കുറിയേരി ചിന്നിയോരാരെല്ലാം. കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു, എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു. കുഞ്ഞനുറുമ്പിന്റെ കൂടു തകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയണം. കൂടുന്നു തീർക്കാൻ കുന്നോളം തൊരം വീടാക്കി മാറ്റാൻ മലയോളം. കൂട്ടുകാർ താളമിട്ട് ഈ പാട്ട് പാടി പഠിക്കുമല്ലോ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. വരികൾക്ക് ചേരുന്നൊരു വായ്ത്താരി കണ്ടെത്താമോ? എന്നാൽ പിന്നെ നമുക്ക് പാടാം. താത്തിനന്തക 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 തെയ്യന്താര. താത്തിനന്തക 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 തെയ്യന്താര. കുഞ്ഞനുറുമ്പിന്റെ കൂടു തകർത്തപ്പോൾ കുന്നോളം കുറിയേരി കൂമ്പാരം. കൂടു തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപ്പൂരം. താത്തിനന്തക 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 തെയ്യന്താര. താത്തിനന്തക 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 തെയ്യന്താര. കൂടു തകർത്തവരാരെല്ലാം കൂടെ കുറിയേരി ചിന്നിയോരാരെല്ലാം. കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു, എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു. താത്തിനന്തക 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 തെയ്യന്താര. താത്തിനന്തക 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 തെയ്യന്താര. കുഞ്ഞനുറുമ്പിന്റെ കൂടു തകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയണം. കൂടൊന്നു തീർക്കാൻ കുന്നോളം തൊരം വീടാക്കി മാറ്റാൻ മലയോളം. താത്തിനന്തക 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 തെയ്യന്താര. താത്തിനന്തക 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 തെയ്യന്താര. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. കുന്നോളം കുറിയരിക്കൂമ്പാരം എന്നതിന് പകരം കുന്നോളം ചെറിയരിക്കൂമ്പാരം എന്നായാലും അർത്ഥം മാറില്ല. താളത്തിൽ ചൊല്ലാനും പറ്റും. ഇവിടെ കുറിയരി എന്നു തന്നെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചർച്ച ചെയ്യൂ. നമുക്ക് ചെറിയരി ചേർത്ത് പാടി നോക്കാം. കുന്നോളം ചെറിയരി കൂമ്പാരം. അവിടെ താളമൊന്നും മാറുന്നില്ല അല്ലേ? അർത്ഥവും മാറില്ല. കുറിയരി എന്ന് പറഞ്ഞാൽ ചെറിയ അരി തന്നെയാണ്. പക്ഷെ നമുക്ക് പാടുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ കുറിയരിയാണ് നല്ലത്. പിന്നെ കുന്നോളം കുറിയരി കു കു കൂമ്പാരം. അങ്ങനെ ചൊല്ലുമ്പോഴാണ് ആ വരികൾക്കൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചെറിയരി എന്ന് പറയുമ്പോൾ കുന്നോളം ചെറിയരി എന്ന് പറയുമ്പോൾ അതിനേക്കാളും നന്നായിട്ട് ചേരുക കുന്നോളം കുറിയരി തന്നെ ആണ്. അപ്പോൾ നമ്മൾ കവിതയിൽ വാക്കുകൾക്ക് ചന്തം കണ്ടെത്താനാണ് ഇങ്ങനെ മാറ്റി എഴുതുന്നത്. ചെറിയരിക്ക് പകരം കുറിയരി കൊടുക്കുമ്പോൾ കവിതയ്ക്കൊരു പ്രത്യേക ഭംഗിയാണ്. ഇതുപോലെ അക്ഷരങ്ങൾ ആവർത്തിച്ച് ഭംഗി വരുത്തിയ വരികൾ ഈ കവിതയിൽ വേറെയുണ്ടോ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഇവിടെ നോക്കൂ. കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം. ആ വരി എത്ര മനോഹരമാണ്. കുട്ടിയോളും കെട്ടിയോളും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്, പ്രത്യേക ഭംഗിയും ഇഷ്ടവുമാണ് കവിതയോട്. അക്ഷരാവർത്തനം വരുന്ന വരികൾ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിച്ച് കൂട്ടുകാരുമൊത്ത് ചൊല്ലാനാണ് അടുത്തതായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ ഈ കവിതയ്ക്ക് കുറച്ച് വരികൾ കൂട്ടിച്ചേർത്ത് പാടിയാൽ മതി. നിങ്ങൾ തന്നെ അത് കണ്ടെത്തുമല്ലോ. കൂട്ടുകാരൊന്നിച്ചു കെട്ടിയുണ്ടാക്കിയ കൂടു തകർക്കാൻ എന്തെളുപ്പം. അങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ള വരികൾ ഇതിനോടുകൂടി കൂട്ടിച്ചേർക്കാം. ചിത്രത്തിൽ നോക്കൂ. വീടും കൂടുമാണ്. എന്തെല്ലാം വീടുകളാണ്. കാക്കയുടെ വീട്, നമ്മുടെ വീട്, കുരുവിയുടെ വീട്, ഉറുമ്പുകളുടെ വീട്. അതിന് മാളം എന്നാണ് പറയുക. ഉറുമ്പിൻ്റെ മാളം. അപ്പോൾ ഇതാ ചോദ്യം. ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുള്ളത് കുരുവി, കാക്ക, ഉറുമ്പ്, മരംകൊത്തി, തത്ത, പ്രാവ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് പങ്കുവയ്ക്കും. വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? കൂട്ടുകാർക്ക് അറിയാമോ വേട്ടാളൻ എന്താണ് എന്ന്? തേനീച്ചയെ പോലെ വലിയൊരു ജീവിയാണ് വേട്ടാളൻ അല്ലേ? വേട്ടാളൻ്റെ കൂട് നിങ്ങൾ ഇനി
ശ്രദ്ധിക്കണം. വേട്ടാളൻ മണ്ണൊക്കെ കൊണ്ടുവന്ന് വായിലെ പശയൊക്കെ ഉപയോഗിച്ച് മനോഹരമായാണ് കൂടുണ്ടാക്കുക. എന്നിട്ട് അതിൽ വേട്ടാളൻ ഇട്ട പുഴുവിനെ കൊണ്ടുവന്ന് ഇടും. അത് വേട്ടാളനായി പിന്നീട് പറന്നു പോവുകയും ചെയ്യും. തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ്? തേനീച്ച കൂട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രത്യേകതരം മെഴുകു കൊണ്ടാണ് തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. അതിൽ തേനുണ്ടാവും അല്ലേ? തേനീച്ച കുട്ടികൾക്കൊക്കെ എടുത്തു വെക്കുന്ന പൂക്കളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന തേന് കുട്ടികൾക്ക് വേണ്ടി ആ കൂടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മൾ അതെടുത്ത് കുടിക്കുകയും ചെയ്യും അല്ലേ? കൂടൊന്നു തീർക്കാൻ കുന്നോളം ത്വരം, വീടാക്കി മാറ്റാൻ മലയോളം എന്ന കവിതയിലെ വരികൾ നമ്മൾ വായിച്ചല്ലോ. വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം അല്ലേ? നമ്മുടെയൊക്കെ വീടുണ്ടാക്കാൻ എന്തെല്ലാം തൊഴിലുകൾ ചെയ്യുന്നവരുടെ സഹായം വേണം. ചർച്ച ചെയ്യൂ. ഇവിടെ ഒരു വീട് പണി നടക്കുന്നു. ആരുടെയൊക്കെ സഹായം വേണം? വാതിലും ജനലൊക്കെ വെക്കാൻ ആശാരിമാരുടെ സഹായം വേണം. വീട് തേക്കാൻ തേപ്പുകാരുടെ സഹായം വേണം. വീട് കെട്ടിപ്പോക്കാൻ നിർമ്മാണ തൊഴിലാളികളുടെ സഹായം വേണം. കല്ലൊക്കെ കടത്താൻ ട്രാക്ടർ ഡ്രൈവർ വേണം. കിണർ കുഴിക്കണം. വൈദ്യുതി നമുക്ക് എത്തിച്ചു തരാൻ വൈദ്യുതി ഓഫീസിലെ ആളുകളുടെ സഹായം വേണം. മേൽക്കൂര പണിയുന്നവരുടെ, ഓട് കമ്പനിക്കാരുടെ, വാർപ്പ് ചെയ്തു തരുന്നവരുടെ, അങ്ങനെ ഒരുപാട് ആളുകളുടെ സഹായത്താലാണ് നമുക്കൊരു വീട് ഉണ്ടാവുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇനി അടുത്ത ഭാഗത്ത് ബാക്കിയുള്ള പാഠത്തിലെ പ്രവർത്തനങ്ങളുമായി കാണാം. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.